മൈൻഡ് മെട്രിക്സ് എന്ന മനോഹരമായൊരു ശാസ്ത്രശാഖയെ നിങ്ങൾക്കിവിടെ പരിചയപ്പെടാം. ഒരു മനുഷ്യൻ്റെ തലച്ചോറെടുത്ത് പരിശോധിച്ചാൽ അതിനെ 2 അർദ്ധഗോളങ്ങളായി തിരിച്ചിരിക്കുന്നു. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ് ഓഫ് ദ ബ്രെയിൻ. ഈ ഓരോ അർദ്ധഗോളങ്ങളിലും 5 വിവിധങ്ങളായ ലോബുകൾ അഥവാ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. പ്രീഫ്രോണ്ടൽ, ഫ്രോണ്ടൽ, റൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. 2 അർദ്ധഗോളങ്ങളിലായി 10 വിവിധങ്ങളായ കമ്പാർട്ട്മെൻറ്റുകൾ. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റുകൾ അഥവാ ലോബുകൾ ഓരോരോ ഫങ്ഷൻസിനെ തീരുമാനിക്കുന്നതാണ്. ഉദാഹരണം, വലതുവശത്തുള്ള ആദ്യത്തെ ലോബായ റൈറ്റ് പ്രീഫ്രോണ്ടൽ ലോബ് ഒരു മനുഷ്യൻ്റെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ വൈയക്തിക ബുദ്ധി, മറ്റൊരാളുമായുള്ള ഇടപെടലുകളുടെ മനഃശാസ്ത്രം, മറ്റൊരാളുമായി ഇടപെടുമ്പോഴുള്ള ഒരു മനുഷ്യൻ്റെ ആശയവിനിമയ പാടവം, ഇതൊക്കെ കൃത്യമായി തീരുമാനിക്കുന്നത് ആദ്യത്തെ വലതുവശത്തെ ലോബായ റൈറ്റ് പ്രീഫ്രോണ്ടൽ ലോബ് ആണ്. അതേ സ്ഥാനത്ത് ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ ലോബ് ആണെങ്കിലോ ഒരു വ്യക്തിയുടെ മാനേജ്മെൻറ്റ് എബിലിറ്റി, ഒരു സംവിധാനത്തെ ഭരിക്കാനുള്ള കപ്പാസിറ്റി, അത് ലെഫ്റ്റ് പ്രീഫ്രോണ്ടൽ ലോബാണ് തീരുമാനിക്കുന്നത്. അതേ സ്ഥാനത്ത് വലതുവശത്തുള്ള 4ാമത്തെ ലോബാകുന്ന റൈറ്റ് ടെമ്പറൽ ലോബ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നിത്യാദിയുള്ള പ്രത്യേക വൈകാരിക വിഷയങ്ങളെ തീരുമാനിക്കുന്ന ഭാഗമാണ്. അതേ സ്ഥാനത്ത് ഇടതുവശത്തുള്ള ടെമ്പറൽ ലോബ് ലെഫ്റ്റ് ടെമ്പറൽ ഭാഷാശേഷിയെ തീരുമാനിക്കുന്ന ലോബാണ്. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ് അതിന് പറയുക. 3D വിഷ്വൽസിനെ വളരെ വ്യക്തമായി മനസ്സിൽ കാണാൻ കഴിവുള്ള ആളുകളുണ്ട്. അവർക്ക് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന വലതുവശത്തെ 2ാമത്തെ ഭാഗം വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കും. എന്നിങ്ങനെ തലച്ചോറിലെ 10 ലോബുകൾക്കും 10 വിവിധങ്ങളായ ഡ്യൂട്ടികളാണ്, ഫങ്ഷൻസാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോബുകളിൽ ഒരു വ്യക്തിയിൽ ഏതൊക്കെ ലോബുകളുടെ സ്വാധീനമാണ് ഏറ്റവും കൂടുതലുള്ളത്, അഥവാ ആ വ്യക്തിയുടെ 10 വിവിധങ്ങളായ ലോബുകളിൽ ഏതൊക്കെ ലോബുകളാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷനിങ് ആയിട്ടുള്ളത്, അതനുസരിച്ചുള്ള പ്രത്യേക കഴിവുകൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ 8ഓളം പ്രത്യേക ബുദ്ധികളെ, ഇൻ്റലിജൻസസിനെ വേർതിരിച്ചു പഠിച്ച ശാസ്ത്രകാരനാണ് പ്രശസ്തനായ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ഹോവാർഡ് ഗാർഡനർ. ഡോക്ടർ ഹോവാർഡ് ഗാർഡനർ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നറിയപ്പെട്ട പുസ്തകത്തിൽ ഈ 10 ലോബുകളിൽ നിന്നുമായി 8 ഇൻ്റലിജൻസസിനെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ഈ 8 ഇൻ്റലിജൻസസിൽ ആദ്യം മികച്ചു നിൽക്കുന്ന 3, 4, 5 ഇൻ്റലിജൻസസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാളെ സ്വാധീനിക്കും. അതുമായി ബന്ധപ്പെട്ട കഴിവുകൾ അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടാൽ വളരെ സന്തോഷത്തോടെയും ആത്മനിർവൃതിയോടെയും വളരെ മികച്ച രീതിയിൽ ആ ജോലി പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇതിനെയാണ് പാഷൻ അനുസരിച്ച് പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ അതിൽ പെർഫെക്ഷൻ ഉണ്ടാകും എന്ന് പറയാനുള്ള കാരണം. ഒരു വ്യക്തിയുടെ യഥാർത്ഥ പാഷൻ കണ്ടെത്തിയാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അനുഗുണമാകുന്ന പ്രൊഫഷനുകൾ കൃത്യമായി നമുക്ക് നിർണയിച്ചു കൊടുക്കാനാകും. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പാഷൻ കണ്ടെത്തുക? വളരെ സിമ്പിളാണ്. ആ വ്യക്തിയുടെ തലച്ചോറിലെ 10 ലോബുകളിൽ ഏതൊക്കെ ലോബുകളാണ് ഏറ്റവും ശക്തമായിരിക്കുന്നത് എന്ന് കണ്ടെത്തലാണ് ഇതിനാവശ്യം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ന്യൂറോണുകളുടെ എണ്ണമാണ് അതിനെ തീരുമാനിക്കുന്നത്. ഗർഭസ്ഥ കാലഘട്ടത്തിലെ 13ാമത്തെയും 19ാമത്തെയും ആഴ്ചകൾക്കിടയിലാണ് ബ്രെയിനിലേക്കുള്ള 10 ലോബുകളിൽ ന്യൂറോണുകൾ സന്നിവേശിപ്പിക്കപ്പെടുന്നത്. 10,000 കോടിയോളം വരുന്ന ന്യൂറോണുകളിൽ നല്ലൊരു ശതമാനം ന്യൂറോണുകളും തലച്ചോറിൻ്റെ വിവിധങ്ങളായ 10 ലോബുകളിലേക്ക് എത്തപ്പെടുന്നത് ഈ പറയപ്പെട്ട ഗർഭസ്ഥ കാലഘട്ടത്തിലെ 13 മുതൽ 19 വരെയുള്ള ആഴ്ചകളിലാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഏതൊക്കെ ലോബുകളിലാണോ ഉള്ളത്, ആ ലോബുകളുടെ ഫങ്ഷനാലിറ്റി ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതലുണ്ടാകും. ഏതൊക്കെ ലോബുകളിലാണ് കൂടുതൽ ന്യൂറോണുകൾ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്,
എന്ന് എങ്ങനെയാണ് കണ്ടെത്താനാവുക? അത്ഭുതകരമായ ഒരു ശാസ്ത്ര രഹസ്യമാണിത്. തലച്ചോറിൻ്റെ വിവിധ ലോബുകളിലേക്ക് ന്യൂറോണുകൾ കണക്ട് ചെയ്യുന്ന സെയിം മില്ലി സെക്കൻഡ്സിലാണ് നമ്മുടെ കൈവിരലുകളിലെ റിഡ്ജുകൾ അഥവാ വിരലടയാളങ്ങൾ ഫോം ചെയ്യുന്നത്. വിരലടയാളങ്ങളും തലച്ചോറിലെ വിവിധങ്ങളായ ലോബുകളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. 10 ലോബുകളെ 10 കൈവിരലുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓരോ ലോബുകളിലും ന്യൂറോണുകൾ കണക്ട് ചെയ്യുന്ന എണ്ണമനുസരിച്ച് ഒരു ലോഗരിതമിക് വാല്യൂവിൽ നിങ്ങളുടെ കൈവിരലുകളിലെ റിഡ്ജുകളുടെ എണ്ണം നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. മനോഹരമായ ഈ ശാസ്ത്ര കണ്ടെത്തൽ തലച്ചോറില്ലാതെ ജനിക്കുന്ന കുട്ടികളിൽ കൈവിരലുകൾ വിരലടയാളങ്ങളില്ലാതെയാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിദാനമായ ഒരു നിരീക്ഷണത്തിന് കാരണമായത്. ചുരുക്കത്തിൽ കൈവിരലുകളിലെ വിരലടയാളങ്ങളും തലച്ചോറിലെ 10 ലോബുകളിലെ ന്യൂറോണുകളുടെ എണ്ണവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ വളരെ വിദഗ്ധമായ ഒരു ശാസ്ത്രീയ പഠനത്തിലൂടെയും വളരെ കൃത്യതയോടുകൂടിയ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ സെഷൻസിലൂടെയും വിരലടയാളങ്ങളും തലച്ചോറിലെ ലോബുകളുമായുള്ള അഭേദ്യ ബന്ധത്തെ പഠിക്കാം. ആർക്കൊക്കെയാണ് ഈ കോഴ്സ് ഉപകാരപ്പെടുന്നത്? കൗൺസിലിംഗ് രംഗത്ത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ ഒരു കൗൺസിലിംഗ് സെഷൻ അവസാനിപ്പിക്കാനും വിരലടയാളവുമായി ബന്ധപ്പെട്ട ഈ ശാസ്ത്രശാഖയെ പഠിച്ചെടുത്താൽ മതിയാകും. അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, വ്യക്തിജീവിതത്തിൽ ഇടപെടുന്ന, സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന, സാമൂഹിക രംഗത്തെ സോഷ്യലിസ്റ്റുകൾ എന്നിത്യാദി ധാരാളം ആളുകൾക്ക് ഈ ശാസ്ത്രശാഖ അവരുടെ ജീവിതത്തിൽ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാനും സഹായിക്കും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ പ്രത്യേകതകൾ അഥവാ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അയാളുടെ കഴിവുകളും കുറവുകളും, സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്, മറ്റു വ്യക്തികളുമായി ചിന്താഗതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവരുടെ വ്യക്തിബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പ് കമ്പാറ്റിബിലിറ്റി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ബ്രെയിൻ കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, പെർഫെക്ഷനുള്ള പ്രൊഫഷൻ സമ്പാദിക്കാൻ പറ്റുന്ന കരിയർ ഗൈഡൻസ്. വിദ്യാർത്ഥികളുടെ പഠന ശൈലികൾ കണ്ടാണോ കേട്ടാണോ ചെയ്താണോ പഠിക്കേണ്ടത്? വിഷ്വൽ, ഓഡിറ്ററി, കനസ്തെറ്റിക് എന്നിത്യാദി 3 വിവിധങ്ങളായ പഠനശൈലികളായിരിക്കും വിദ്യാർത്ഥികളിൽ ഉണ്ടാവുക. അതിലേറ്റവും കൂടുതൽ പഠനത്തിന് സഹായിക്കുന്ന ശൈലി ഏതാണെന്ന് ഓരോരുത്തരുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ ഈ സംവിധാനം സഹായിക്കും. മൈൻഡ് മെട്രിക്സ് അനലിറ്റിക്കൽ അസിസ്റ്റൻസ് എന്ന സുന്ദരമായ ഒരു ഹ്രസ്വകാലഘട്ടത്തിലെ പഠനം ജീവിതത്തിലുടനീളം അവനവൻ്റെ വ്യക്തിത്വ പ്രത്യേകതകൾ മനസ്സിലാക്കി സമൂഹത്തിൽ വേണ്ട വിധം ഇടപെടാനും അവരെൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി അതനുസരിച്ച് വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കാനും റിലേഷൻഷിപ്പ് കമ്പാറ്റിബിലിറ്റി ടെസ്റ്റിലൂടെ സാധിക്കുന്നു. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയാൽ സ്ട്രെങ്ത്തുകൾ കൂട്ടിയെടുക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാം. വീക്ക്നെസ്സുകൾ മനസ്സിലാക്കി കൊടുത്ത് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താം. കരിയർ ഗൈഡൻസിൽ വളരെ സുന്ദരമായൊരു ടൂളാണ് മൈൻഡ് മെട്രിക്സ്. ഈ പഠനം വളരെ ചുരുങ്ങിയ 10 ദിവസങ്ങൾക്കുള്ളിൽ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘകാലഘട്ടത്തിലേക്ക് മനോഹരമായ വലിയൊരു അറിവ് സമ്പാദിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നല്ല വരുമാനമുണ്ടാക്കാനും സഹായിക്കുന്ന ഒരു കോഴ്സാണിത്, മൈൻഡ് മെട്രിക്സ് അനലിറ്റിക്കൽ അസിസ്റ്റൻസ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിനുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.